ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോണിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ ബാക്കി ഭാഗമാണ് കേൾക്കാൻ പോകുന്നത്. കുഞ്ഞു ഹാരിയെ ഡേഴ്സ്ലികളുടെ വീട്ടിൽ വിടാൻ വേണ്ടി ഡംബിൾഡോറും പ്രൊഫസർ മക്ഗണഗലും കാത്തു നിൽക്കുന്നിടത്താണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിയത്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ജംപ് ഇൻടു ദ സ്റ്റോറി. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ കുട്ടി എങ്ങനെ ഇവിടെ എത്തും? ഡംബിൾഡോറിന്റെ മേൽവസ്ത്രത്തിനടിയിൽ ഹാരിയെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന മട്ടിൽ പ്രൊഫസർ മക്ഗണഗൽ അദ്ദേഹത്തെ നോക്കി. ഹാഗ്രിഡ് അവനെ കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ ഹാഗ്രിഡിനെ വിശ്വസിക്കാമോ? എന്റെ ജീവൻ പോലെ എനിക്ക് ഹാഗ്രിഡിനെ വിശ്വാസമാണ്, ഡംബിൾഡോർ പറഞ്ഞു. അവൻ ആത്മാർത്ഥതയില്ലാത്തവനാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രൊഫസർ മക്ഗണഗൽ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു. പക്ഷെ അവൻ ശ്രദ്ധയില്ലാത്തവനാണ്. അതെന്താ? ഒരു താഴ്ന്ന മുഴക്കം അവരുടെ ചുറ്റുമുള്ള നിശബ്ദതയെ തകർത്തു. വല്ല ഹെഡ്ലൈറ്റും കാണുന്നുണ്ടോ എന്ന് അവർ മുകളിലേക്കും താഴേക്കും നോക്കുമ്പോൾ അത് ക്രമേണ ഉച്ചത്തിലായി. അവർ രണ്ടുപേരും ആകാശത്തേക്ക് നോക്കുമ്പോൾ അതൊരു അലർച്ചയായി വർദ്ധിച്ചു. ഒരു വലിയ മോട്ടോർ ബൈക്ക് വായുവിൽ നിന്ന് താഴേക്ക് വന്ന് അവരുടെ മുന്നിലുള്ള റോഡിൽ വീണു. മോട്ടോർ ബൈക്കിന്റെ വലുപ്പം അതിലിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഒന്നുമായിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഏകദേശം ഇരട്ടി ഉയരവും കുറഞ്ഞത് 5 ഇരട്ടി വീതിയും അയാൾക്കുണ്ടായിരുന്നു. അയാൾ കണക്കിലധികം വലുതായിരുന്നു. കാടുപോലെ വളർന്ന കറുത്ത മുടിയും താടിയും തമ്മിൽ പിണഞ്ഞ് അയാളുടെ മുഖത്തിന്റെ ഭൂരിഭാഗവും മറച്ചു. അയാൾക്ക് ഡസ്റ്റ്ബിൻ മൂടികളുടെ വലുപ്പമുള്ള കൈകൾ ഉണ്ടായിരുന്നു. തുകൽ ബൂട്ടുകൾ ധരിച്ച കാലുകൾ കുഞ്ഞു ഡോൾഫിനുകളെ പോലെയുമായിരുന്നു. അയാളുടെ വിശാലമായ പേശീബലമുള്ള കൈകളിൽ അയാൾ ഒരു പുതപ്പുകെട്ട് പിടിച്ചിരുന്നു. ഹാഗ്രിഡ്, ഡംബിൾഡോർ ആശ്വാസത്തോടെ പറഞ്ഞു. വന്നല്ലോ. നിങ്ങൾക്ക് ഈ മോട്ടോർ ബൈക്ക് എവിടെ നിന്ന് കിട്ടി? കടം വാങ്ങിയതാണ് പ്രൊഫസർ ഡംബിൾഡോർ സർ. ഭീമൻ സംസാരിച്ചുകൊണ്ട് മോട്ടോർ ബൈക്കിൽ നിന്ന് ശ്രദ്ധാപൂർവം ഇറങ്ങി. സിറിയസ് ബ്ലാക്ക് ഇതെനിക്ക് കടം തന്നതാണ്. എനിക്ക് കുട്ടിയെ കിട്ടി സർ. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല സർ. വീട് ഏതാണ്ട് തകർന്നു. പക്ഷെ മഗിൾസ് കൂട്ടം കൂടാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഇവനെ പുറത്തെടുത്തു. ഞങ്ങൾ ബ്രിസ്റ്റലിന് മുകളിലൂടെ പറക്കുമ്പോൾ പാവം ഉറങ്ങിപ്പോയി. ഡംബിൾഡോറും പ്രൊഫസർ മക്ഗണഗലും പുതപ്പുകെട്ടിന് മുകളിലൂടെ മുന്നോട്ട് കുനിഞ്ഞു. അകത്ത് വ്യക്തമായി കാണാവുന്നതുപോലെ ഒരു കുഞ്ഞ് ഗാഠനിദ്രയിലായിരുന്നു അവൻ. നെറ്റിയിലെ കറുകറുത്ത മുടിയുടെ കൂട്ടത്തിനടിയിൽ ഒരു മിന്നൽ പിണർ പോലെയുള്ള കൗതുകകരമായ ആകൃതിയിലുള്ള ഒരു മുറിവ് അവർക്ക് കാണാൻ കഴിഞ്ഞു. അവിടെയാണോ? പ്രൊഫസർ മക്ഗണഗൽ ചോദിച്ചു. അതെ, ഡംബിൾഡോർ പറഞ്ഞു. അവൻ ആ പാട് എന്നേക്കുമായി ഉണ്ടായിരിക്കും. ഡംബിൾഡോർ, നിങ്ങൾക്കത് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ? എനിക്ക് പറ്റുമായിരുന്നെങ്കിലും ഞാൻ ചെയ്യില്ല. പാടുകൾ ഉപയോഗപ്രദമാകും. എന്റെ ഇടത് കാൽമുട്ടിന് മുകളിൽ എനിക്ക് തന്നെ ഒന്നുണ്ട്. അത് ലണ്ടൻ അണ്ടർഗ്രൗണ്ടിന്റെ മികച്ച ഭൂപടമാണ്. ശരി ഹാഗ്രിഡ്, അവനിവിടെ തരൂ, നമുക്കിത് തീർക്കാം. ഡംബിൾഡോർ ഹാരിയെ കൈകളിലെടുത്ത് ഡേഴ്സ്ലിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു. എനിക്കവനോട് ഗുഡ് ബൈ പറയണമെന്നുണ്ട് സർ, ഹാഗ്രിഡ് പറഞ്ഞു. അവൻ തന്റെ വലിയ രോമാവൃതമായ തല ഹാരിയുടെ മേൽ കുനിച്ച് അവനൊരു ഉമ്മ കൊടുത്തു. അതാ കുരുന്നിന് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു വിസ്കി ചുംബനം ആയിരിക്കണം. പെട്ടെന്ന് ഹാഗ്രിഡ് ഒരു മുറിവേറ്റ നായയെപ്പോലെ ഒരു കരച്ചിൽ പുറപ്പെടുവിച്ചു. പ്രൊഫസർ മക്ഗണഗൽ ചീറ്റി. നീ മഗിൾസിനെ ഉണർത്തും. ക്ഷമിക്കണം. ഹാഗ്രിഡ് കരഞ്ഞുകൊണ്ട് ഒരു വലിയ പുള്ളിത്തൂവാല പുറത്തെടുത്ത് അതിൽ മുഖം പൂഴ്ത്തി.
എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ലില്ലിയും ജെയിംസും മരിച്ചു. ഈ കുഞ്ഞു ഹാരിയെ മഗിൾസിനൊപ്പം വിടാൻ പോകുന്നു. അതെ, ഇതെല്ലാവർക്കും വിഷമം തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് അടങ്ങ്, ഇല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ കാണും. പ്രൊഫസർ മക്ഗണാഗൽ ഹാഗ്രിഡിന്റെ കയ്യിൽ തലോടിക്കൊണ്ട് മന്ത്രിച്ചു. ഡംബിൾഡോർ താഴ്ന്ന പൂന്തോട്ട മതിലിന് മുകളിലൂടെ കടന്ന് മുൻവാതിലിനടുത്തേക്ക് നടന്നു. അയാൾ ഹാരിയെ വാതിൽപ്പടിയിൽ പതുക്കെ കിടത്തി. തന്റെ മേലങ്കിയിൽ നിന്ന് ഒരു കത്തെടുത്ത് ഹാരിയുടെ പുതപ്പിനുള്ളിൽ തിരുകി. തുടർന്ന് മറ്റു 2 പേരുടെയും അടുത്തേക്ക് മടങ്ങി. ഒരു നിമിഷം മുഴുവൻ അവർ മൂവരും നിന്നുകൊണ്ട് ആ ചെറിയ തുണിക്കെട്ടിലേക്ക് നോക്കി. ഹാഗ്രിഡിന്റെ തോളുകൾ വിറച്ചു. പ്രൊഫസർ മക്ഗണാഗൽ കണ്ണടച്ചു. ഡംബിൾഡോറിന്റെ കണ്ണുകളിൽ നിന്ന് സാധാരണമായി മിന്നുന്ന വെളിച്ചം അണഞ്ഞുപോയതായി തോന്നി. ശരി, ഡംബിൾഡോർ ഒടുവിൽ പറഞ്ഞു. അത്രയുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് പോയി ആഘോഷങ്ങളിൽ പങ്കുചേരാം. അതെ, ഹാഗ്രിഡ് വളരെ അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ ഈ ബൈക്കിൽ പോകാം. ഗുഡ് നൈറ്റ്, പ്രൊഫസർ മക്ഗണാഗൽ, പ്രൊഫസർ ഡംബിൾഡോർ സർ. ജാക്കറ്റ് സ്ലീവിൽ ഒഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഹാഗ്രിഡ് മോട്ടോർ ബൈക്കിലേക്ക് ചാടി എഞ്ചിൻ ഓൺ ചെയ്ത് കുതിച്ചു. ഒരലർച്ചയോടെ അത് വായുവിലേക്ക് ഉയർന്ന് രാത്രിയിലേക്ക് ഊഴ്ന്നിറങ്ങി. നിങ്ങളെ വീണ്ടും ഉടനെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രൊഫസർ മക്ഗണാഗൽ, ഡംബിൾഡോർ പറഞ്ഞു. അവളെ നോക്കി തലയാട്ടി. പ്രൊഫസർ മക്ഗണാഗൽ മറുപടിയായി ഒന്ന് മൂക്ക് വലിച്ച് ശബ്ദമുണ്ടാക്കി. ഡംബിൾഡോർ തിരിഞ്ഞ് തെരുവിലൂടെ നടന്നു. തെരുവിന്റെ മൂലയിൽ നിന്ന് അദ്ദേഹം വെള്ളി പുട്ട് ഔട്ടർ പുറത്തെടുത്തു. അദ്ദേഹം അത് ഒരിക്കൽ ക്ലിക്ക് ചെയ്തു. 12 വെളിച്ചം അവരുടെ തെരുവ് വിളക്കുകളിലേക്ക് വേഗത്തിൽ പറന്നു. അങ്ങനെ പ്രിവറ്റ് ഡ്രൈവ് പെട്ടെന്ന് ഓറഞ്ച് നിറത്തിൽ തിളങ്ങി. തെരുവിന്റെ മറ്റേ അറ്റത്തുള്ള മൂലയിൽ ഒരു പൂച്ച ഇഴഞ്ഞു നീങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞു. 4-ാം നമ്പർ പടിയിലെ ആ തുണിക്കെട്ടും അയാൾക്ക് കാണാൻ കഴിഞ്ഞു. ഗുഡ് ലക്ക് ഹാരി, അയാൾ പിറുപിറുത്തു. അയാൾ കാലുയർത്തി മേലങ്കിയുടെ ഒരു മുഴങ്ങുന്ന ശബ്ദത്തോടെ പോയി. ആകാശത്തിന് കീഴിൽ നിശബ്ദമായും വൃത്തിയായും കിടന്നിരുന്ന പ്രിവറ്റ് ഡ്രൈവിന്റെ വേലികളിൽ ഒരു കാറ്റ് വീശി. അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അവസാന സ്ഥലം. ഹാരി പോട്ടർ ഉണരാതെ തന്റെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. ഒരു ചെറിയ കൈ തന്റെ അരികിലുള്ള കത്തിനുമേൽ വെച്ചുകൊണ്ട് അവൻ ഉറങ്ങി. താൻ പ്രത്യേകതയുള്ളവനാണെന്ന് അറിയാതെ, താൻ പ്രശസ്തനാണെന്നറിയാതെ. പാൽക്കുപ്പികൾ എടുക്കാൻ മുൻവാതിൽ തുറക്കുന്ന മിസസ് ഡേഴ്സ്ലിയുടെ നിലവിളി കേട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ താൻ ഉണരുമെന്നോ, അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്റെ കസിൻ ഡഡ്ലി തന്നെ തള്ളിമാറ്റുകയും നുള്ളുകയും ചെയ്യുമെന്നോ അറിയാതെ. അവൻ അറിയില്ലായിരുന്നു ഈ നിമിഷം രാജ്യമെമ്പാടും രഹസ്യമായി ഒത്തുകൂടുന്ന ആളുകൾ കണ്ണട ഉയർത്തിപ്പിടിച്ച് നിശബ്ദ സ്വരത്തിൽ പറയുന്നത്, അവനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെട്ട കുട്ടിയായ ഹാരി പോട്ടറിനെ കുറിച്ച്. അധ്യായം 2. ദ വാനിഷിംഗ് ഗ്ലാസ്. ഡേഴ്സ്ലി കുടുംബം ഉണർന്ന് മുൻവശത്തെ പടിയിൽ അവരുടെ അനന്തരവനെ കണ്ടെത്തിയിട്ട് ഏകദേശം 10 വർഷമായി. പക്ഷേ പ്രിവറ്റ് ഡ്രൈവ് ഒട്ടും മാറിയിരുന്നില്ല. ആ വൃത്തിയുള്ള മുൻവശത്തെ പൂന്തോട്ടത്തിൽ ഉദിച്ച സൂര്യൻ ഡേഴ്സ്ലിയുടെ മുൻവാതിലിലെ നമ്പർ 4 എന്നെഴുതിയ പിച്ചള പ്രകാശിപ്പിച്ചു. ആ പ്രകാശം അവരുടെ സ്വീകരണ മുറിയിലേക്ക് നുഴഞ്ഞു കയറി. ആ മുറി ഇപ്പോഴും മിസ്റ്റർ ഡേഴ്സ്ലി മൂങ്ങകളെക്കുറിച്ചുള്ള ആ നിർഭാഗ്യകരമായ വാർത്താ റിപ്പോർട്ട് കണ്ട രാത്രിയിലേതിന് സമാനമായിരുന്നു. മാൻഡൽ പീസിലെ ഫോട്ടോഗ്രാഫുകൾ മാത്രമേ വർഷം എത്ര കടന്നുപോയി എന്ന് ശരിക്കും കാണിച്ചുള്ളൂ. 10 വർഷം മുമ്പ് വ്യത്യസ്ത നിറങ്ങളിലുള്ള ബോബിൾ തൊപ്പികൾ ധരിച്ച ഒരു വലിയ പിങ്ക് ബീച്ച് ബോൾ പോലെ തോന്നിക്കുന്ന ഡഡ്ലിയുടെ നിരവധി ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഡഡ്ലി ഡേഴ്സ്ലി ഇപ്പോൾ ഒരു കുഞ്ഞല്ല. ഇപ്പോൾ ഫോട്ടോഗ്രാഫുകളിൽ ഒരു വലിയ സുന്ദരനായ ആൺകുട്ടി തന്റെ ആദ്യത്തെ സൈക്കിൾ ഓടിക്കുന്നതായി കാണാം. അച്ഛനോടൊപ്പം കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നതായും അവന്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതായും കാണാം. മറ്റൊരു കുട്ടിയും
വീട്ടിൽ താമസിക്കുന്നതിന്റെ ഒരു സൂചനയും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹാരി പോട്ടർ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അധിക നേരം കഴിഞ്ഞില്ല. അവന്റെ അമ്മായി പെറ്റൂണിയ ഉണർന്നിരുന്നു. അവളുടെ പരുക്കൻ ശബ്ദമായിരുന്നു അന്ന് ആദ്യം കേട്ടത്. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, വേഗം! ഹാരി ഒരു ഞെട്ടലോടെ ഉണർന്നു. അവന്റെ അമ്മായി വീണ്ടും വാതിൽ മുട്ടി. എഴുന്നേൽക്ക്! അവൾ അലറി. അവൾ അടുക്കളയിലേക്ക് നടക്കുന്നത് ഹാരി കേട്ടു. തുടർന്ന് അടുപ്പത്ത് ഫ്രൈയിങ് പാൻ വയ്ക്കുന്ന ശബ്ദം. അവൻ പുറകിലേക്ക് മറിഞ്ഞു കിടന്ന് താൻ കണ്ട സ്വപ്നം ഓർമ്മിക്കാൻ ശ്രമിച്ചു. അതൊരു നല്ല സ്വപ്നമായിരുന്നു. അതിൽ ഒരു പറക്കുന്ന മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നു. മുൻപ് ഇതേ സ്വപ്നം കണ്ടതുപോലെ ഒരു രസകരമായ തോന്നൽ അവനുണ്ടായി. അവന്റെ അമ്മായി വാതിലിന് പുറത്ത് തിരിച്ചെത്തി. നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? അവൾ ആക്രോശിച്ചു. ആ, എഴുന്നേൽക്കുകയാണ്, ഹാരി പറഞ്ഞു. എന്നാൽ എഴുന്നേൽക്ക്, എന്നിട്ട് ചെന്നാ ബേക്കൺ ഒന്ന് നോക്ക്. അത് കരിയാതെ നോക്കണം. ടെഡിയുടെ പിറന്നാളിൽ എല്ലാം നന്നായിരിക്കണം. ഹാരി ഒരു ഞരക്ക ശബ്ദം പുറപ്പെടുവിച്ചു. എന്താ? അവന്റെ അമ്മായി വാതിലിലൂടെ ഹാരിയെ ഉറ്റുനോക്കി. ഇല്ല, ഒന്നുമില്ല, ഹാരി പറഞ്ഞു. ഡഡ്ലിയുടെ പിറന്നാൾ അവൻ എങ്ങനെ മറന്നു? ഹാരി പതുക്കെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് സോക്സുകൾ തിരയാൻ തുടങ്ങി. അവൻ തന്റെ കട്ടിലിനടിയിൽ ഒരു ജോഡി സോക്സ് കണ്ടെത്തി. അതിൽ ഒന്നിൽ നിന്ന് ഒരു ചിലന്തിയെ പുറത്തെടുത്ത് കളഞ്ഞ ശേഷം അത് ധരിച്ചു. ഹാരിക്ക് ചിലന്തികൾ ഒരു വിഷയമേ ആയിരുന്നില്ല. കാരണം പടിക്കെട്ടിനടിയിലെ ആ കബേർഡിനുള്ളിൽ ചിലന്തികൾ സർവ്വസാധാരണമായിരുന്നു. അവിടെയാണ് അവൻ ഉറങ്ങിയിരുന്നത്. ഹാരി വസ്ത്രം ധരിച്ച് ഹാളിലേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് പോയി. ഡഡ്ലിയുടെ എല്ലാ പിറന്നാൾ സമ്മാനങ്ങളും കൊണ്ട് മേശ ഏതാണ്ട് നിറഞ്ഞിരുന്നു. ഡഡ്ലിക്ക് അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു പുതിയ കമ്പ്യൂട്ടർ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ടെലിവിഷന്റെയും റേസിംഗ് ബൈക്കിന്റെയും കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. ഡഡ്ലിക്ക് ഒരു റേസിംഗ് ബൈക്ക് എന്തിനാണെന്ന് ഹാരിക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. കാരണം ഡഡ്ലി വളരെ തടിയനും വ്യായാമം ചെയ്യാൻ ഇഷ്ടമില്ലാത്തവനുമായിരുന്നു. തീർച്ചയായും അത് ആരെയെങ്കിലും ഇടിച്ചിടാനായിരിക്കും. ഡഡ്ലിയുടെ പ്രിയപ്പെട്ട പഞ്ചിങ് ബാഗ് ഹാരിയാണ്. പക്ഷേ അവനെ പിടിക്കാൻ മിക്കപ്പോഴും ഡഡ്ലിക്ക് സാധിച്ചിരുന്നില്ല. കാരണം അവൻ വളരെ വേഗതയുള്ളവനായിരുന്നു. ഒരുപക്ഷെ അത് ആ ഇരുണ്ട കബേർഡിൽ ജീവിക്കുന്നത് കൊണ്ടാകാം. ഹാരി അവന്റെ പ്രായത്തിലുള്ളവരെക്കാൾ എപ്പോഴും ചെറുതും മെലിഞ്ഞവനുമായിരുന്നു. ഡഡ്ലിയുടെ പഴയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് അവൻ ഉള്ളതിലും ചെറുതായി തോന്നുമായിരുന്നു. കാരണം ഡഡ്ലി അവനേക്കാൾ 4 ഇരട്ടി വലുതായിരുന്നു. ഹാരി നേർത്ത മുഖവും മെലിഞ്ഞ കാലുകളും കറുത്ത മുടിയും തിളങ്ങുന്ന പച്ച കണ്ണുകളുമുള്ള കുട്ടിയായിരുന്നു. അവന് സെല്ലോ ടേപ്പ് വെച്ച് കൂട്ടിയൊട്ടിച്ച ഒരു വട്ടത്തിലുള്ള കണ്ണടയും ഉണ്ടായിരുന്നു. കാരണം ഡഡ്ലി അവന്റെ മൂക്കിനിട്ടാണ് മിക്കവാറും ഇടിക്കുന്നത്. ഹാരിക്ക് സ്വന്തം രൂപത്തെക്കുറിച്ച് ഇഷ്ടപ്പെട്ട ഒരേ ഒരു കാര്യം നെറ്റിയിലെ ആ നേർത്ത പാടായിരുന്നു. ഒരു മിന്നൽ പിണർ പോലെയുള്ള പാട്. ഓർമ്മ വെച്ച കാലം മുതൽ അവൻ അതുണ്ടായിരുന്നു. അവൻ പെറ്റൂണിയ അമ്മായിയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം അതെങ്ങനെ കിട്ടി എന്നതായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും മരിച്ച കാർ അപകടത്തിൽ വെച്ച്, അവൾ പറഞ്ഞിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഡേഴ്സ്ലി കുടുംബത്തോടൊപ്പമുള്ള ശാന്തമായ ജീവിതത്തിനുള്ള ആദ്യത്തെ നിയമം അതായിരുന്നു. ഹാരി ബേക്കൺ മറിച്ചിടുമ്പോൾ വെർണോൺ അങ്കിൾ അടുക്കളയിലേക്ക് കയറി. മുടി ചീകി വെക്ക്, അയാൾ ഒരു പ്രഭാത ആശംസ എന്ന പോലെ ശകാരിച്ചു. ആഴ്ചയിലൊരിക്കൽ വെർണോൺ അങ്കിൾ പത്രത്തിന്റെ മുകളിലൂടെ നോക്കി ഹാരിക്ക് ഒരു ഹെയർ കട്ട് ആവശ്യമാണെന്ന് വിളിച്ചു പറയും. ഹാരി ക്ലാസ്സിലെ മറ്റ് ആൺകുട്ടികളെല്ലാം ഒരുമിച്ച് വെട്ടിയതിനേക്കാൾ കൂടുതൽ മുടി മുറിച്ചിരിക്കണം. പക്ഷേ അതൊരു മാറ്റവും വരുത്തിയില്ല. അവന്റെ മുടി അങ്ങനെ വളർന്നു എല്ലായിടത്തും. ഡഡ്ലി അവന്റെ അമ്മയോടൊപ്പം അടുക്കളയിൽ എത്തിയപ്പോൾ ഹാരി മുട്ട പൊരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഡഡ്ലി അങ്കിൾ വെർണോണിനെ പോലെയായിരുന്നു. വലുതും പിങ്ക് നിറത്തിലുള്ളതുമായ മുഖം, അധികം കഴുത്തില്ലാത്തത്, ചെറിയ നീല കണ്ണുകൾ, കട്ടിയുള്ളതും
തടിച്ചതുമായ തലയിൽ സുഗമമായി കിടക്കുന്ന സുന്ദരമായ മുടിയുള്ള ഒരു കുട്ടി. ഡഡ്ലി ഒരു കുഞ്ഞു മാലാഖയെ പോലെയാണെന്ന് പെറ്റൂണി അമ്മായി പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നാൽ ഹാരിക്ക് ഡഡ്ലിയെ ഒരു വിഗ് വെച്ച പന്നിയെ പോലെയാണ് തോന്നാറ്. ഹാരി മുട്ടയും ബേക്കണും അടങ്ങിയ പ്ലേറ്റുകൾ മേശപ്പുറത്ത് വെച്ചു. അധികം സ്ഥലമില്ലാത്തതിനാൽ അത് ബുദ്ധിമുട്ടായിരുന്നു. അതേസമയം ഡഡ്ലി തന്റെ സമ്മാനങ്ങൾ എണ്ണുകയായിരുന്നു. അവന്റെ മുഖം വാടി. 36. അവൻ അമ്മയെയും അച്ഛനെയും നോക്കി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ 2 എണ്ണം കുറവ്. ഡാർലിംഗ്, നീ ആന്റി മേർച്ചിന്റെ സമ്മാനം എണ്ണിയില്ലല്ലോ. നോക്കൂ, അത് മമ്മിയുടെയും ഡാഡിയുടെയും ഈ വലിയ സമ്മാനത്തിനടിയിലാണ്. ശരി, അപ്പോ 37. ഡഡ്ലിയുടെ മുഖം ചുവന്നു. ഡഡ്ലിയുടെ കോപം തിരിച്ചറിഞ്ഞ ഹാരി ഡഡ്ലി മേശ മറിച്ചിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് തന്റെ ബേക്കൺ എത്രയും വേഗം കയ്യിലെടുത്ത് പിടിച്ചു. പെറ്റൂണി അമ്മായിക്കും ഈ അപകടം മണത്തിരുന്നു. കാരണം അവൾ പെട്ടെന്ന് പറഞ്ഞു, ഇന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ നിനക്ക് 2 സമ്മാനങ്ങൾ കൂടി വാങ്ങിത്തരാം. അതെങ്ങനെയുണ്ട് പോപ്കിൻ? 2 സമ്മാനങ്ങൾ കൂടി, ഓക്കെ അല്ലേ? ഡഡ്ലി ഒരു നിമിഷം ചിന്തിച്ചു. അത് കഠിനാധ്വാനം പോലെ തോന്നി. ഒടുവിൽ അവൻ പതുക്കെ പറഞ്ഞു, അപ്പോൾ എനിക്ക് 39 ചക്കരെ. പെറ്റൂണി അമ്മായി അവനെ സഹായിച്ചു. ആ. ഡഡ്ലി ഇരുന്ന് അടുത്തുള്ള പാഴ്സൽ ഉറക്കെ പിടിച്ചു. അത് മതി. അങ്കിൾ വെർണൺ ചിരിച്ചു. എന്റെ പൊന്നു പണത്തിന്റെ വിലയറിയാം, അവന്റെ അച്ഛനെ പോലെ. അയാൾ ഡഡ്ലിയുടെ മുടിയിൽ തലോടി. ആ നിമിഷം ടെലിഫോൺ ശബ്ദിച്ചു. പെറ്റൂണി അമ്മായി അതെടുക്കാൻ പോയി. ഹാരിയും അങ്കിൾ വെർണോണും ഡഡ്ലി റേസിംഗ് ബൈക്ക്, ഒരു സിനിമാ ക്യാമറ, ഒരു റിമോട്ട് കൺട്രോൾ വിമാനം, 16 പുതിയ കമ്പ്യൂട്ടർ ഗെയിമുകൾ, ഒരു വീഡിയോ റെക്കോർഡർ എന്നിവ സമ്മാനപ്പൊതി അഴിക്കുന്നത് നോക്കി നിന്നു. അവൻ ഒരു സ്വർണ്ണ റിസ്റ്റ് വാച്ചിന്റെ പേപ്പർ കീറിക്കൊണ്ടിരിക്കുമ്പോൾ പെറ്റൂണി അമ്മായി ടെലിഫോൺ വെച്ച് തിരികെ വന്നു. അവളുടെ മുഖത്ത് ദേഷ്യവും ആശങ്കയും ഉണ്ടായിരുന്നു. പെട്ടു വെർണോൺ, അവൾ പറഞ്ഞു. മിസ്സിസ് ഫിഗിന്റെ കാലൊടിഞ്ഞു. അവർക്ക് അവനെ നോക്കാൻ കഴിയില്ല. അവൾ ഹാരിയുടെ ദിശയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡഡ്ലി തന്റെ വായ ഭയത്തോടെ തുറന്നു പിടിച്ചു. പക്ഷെ ഹാരിയുടെ ഹൃദയം തുള്ളിച്ചാടി. എല്ലാ വർഷവും ഡഡ്ലിയുടെ ജന്മദിനത്തിൽ അവന്റെ മാതാപിതാക്കൾ അവനെയും ഒരു സുഹൃത്തിനെയും ഒരു ദിവസം സാഹസിക പാർക്കുകളിലേക്കോ ഹാംബർഗർ ബാറുകളിലേക്കോ സിനിമയ്ക്കോ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ വർഷവും 2 തെരുവുകൾ അകലെ താമസിക്കുന്ന ഒരു ഭ്രാന്തിയായ വൃദ്ധയായ മിസ്സസ് ഫിഗിനൊപ്പം ഹാരിയെ കൊണ്ടുവിടുമായിരുന്നു. ഹാരിക്ക് അവിടെ വെറുപ്പായിരുന്നു. ആ വീട് മുഴുവൻ കാബേജിന്റെ ഗന്ധമുണ്ടായിരുന്നു. മിസ്സസ് ഫിഗ് താൻ ഇതുവരെ സ്വന്തമാക്കിയിരുന്ന എല്ലാ പൂച്ചകളുടെയും ഫോട്ടോകൾ നോക്കാൻ അവനെ നിർബന്ധിക്കുമായിരുന്നു. ഇനി എന്താ വേണ്ടത്? ഇത് ആസൂത്രണം ചെയ്തതുപോലെ ഹാരിയെ ദേഷ്യത്തോടെ നോക്കി പെറ്റൂണിയ അമ്മായി ചോദിച്ചു. മിസ്സസ് ഫിഗിന്റെ കാലൊടിഞ്ഞതിൽ വിഷമിക്കണമെന്ന് ഹാരിക്ക് അറിയാമായിരുന്നു. പക്ഷേ ടിബിൾസ്, സ്നോയി, മിസ്റ്റർ പോസ്, ടഫ്റ്റി എന്നിവരെ വീണ്ടും നോക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചപ്പോൾ അവന് വിഷമിക്കാനേ തോന്നിയില്ല. നമുക്ക് മാർജിനെ വിളിക്കാം, അങ്കിൾ വെർണോൺ നിർദ്ദേശിച്ചു. മണ്ടത്തരം കാണിക്കല്ലേ വെർണോൺ, അവർക്ക് ഈ ചെക്കനെ ഒട്ടും ഇഷ്ടമല്ല. ഡേഴ്സ്ലി കുടുംബം പലപ്പോഴും ഹാരിയെക്കുറിച്ച് ഇങ്ങനെയാണ് സംസാരിച്ചിരുന്നത്. അവൻ അവിടെ ഇല്ലെന്ന മട്ടിൽ, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വൃത്തികെട്ട ജീവിയെപ്പോലെ, ഒരു ഒച്ചിനെ പോലെ. മറ്റവളുടെ അടുത്താക്കിയാലോ? അവളുടെ പേരെന്താണ്? നിന്റെ സുഹൃത്ത് യോനെ? മജോർക്കയിലെ അവധിക്കാലത്ത് കൊണ്ടുവിട്ടതാണോ? പെറ്റൂണിയ അമ്മായി ചോദിച്ചു. ഞാൻ ഇവിടെ നിന്നോളാം, ഹാരി പ്രതീക്ഷയോടെ പറഞ്ഞു. അപ്പോൾ അവന് ടെലിവിഷനിൽ തനിക്ക് ആവശ്യമുള്ളത് കാണാൻ കഴിയും. ഒരു പക്ഷേ ഡഡ്ലിയുടെ കമ്പ്യൂട്ടറിൽ പോലും ഒന്ന് നോക്കാൻ കഴിയും. പെറ്റൂണിയ അമ്മായി ഒരു നാരങ്ങ വിഴുങ്ങിയതുപോലെ നിന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ വീട് തകർന്നതായി കാണാനാണോ? അവൾ മുറുമുറുത്തു. ഞാൻ വീട് തകർക്കില്ല,
ഹാരി പറഞ്ഞു. പക്ഷെ അവരത് കേട്ടില്ല. നമുക്കവനെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകാം, പെറ്റൂണിയ അമ്മായി പതുക്കെ പറഞ്ഞു. അവനെ കാറിലിരുത്താം. ആ കാർ പുതിയതാണ്, അതിൽ അവനെ ഒറ്റയ്ക്ക് വിടാനൊന്നും പറ്റില്ല. ഇത് കേട്ടതും ഡഡ്ലി ഉറക്കെ കരയാൻ തുടങ്ങി. വാസ്തവത്തിൽ അവൻ ശരിക്കും കരയുകയായിരുന്നില്ല. അവൻ ശരിക്കും കരഞ്ഞിട്ട് വർഷങ്ങളായി. അവനൊന്ന് മുഖം ചുളിച്ച് നിന്നാൽ അവന്റെ അമ്മ അവന് ആവശ്യമുള്ളത് എന്തും നൽകുമെന്ന് അവൻ അറിയാമായിരുന്നു. ഡിങ്കി ഡഡി ഡംസ്കാൽ അല്ലേ, അമ്മ അവനെ നിന്റെ ഈ നല്ല ദിവസം നശിപ്പിക്കാൻ വിടില്ല. അവൾ അവനെ ചുറ്റിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. ഡഡ്ലിയുടെ വലിയ വ്യാജ കരച്ചിലുകൾക്കിടയിൽ വേണ്ട, അവനെല്ലാം എപ്പോഴും നശിപ്പിക്കും, അവൻ വരണ്ട എന്ന് ഡഡ്ലി അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ കൈകളിലെ വിടവിലൂടെ അവൻ ഹാരിയെ ഒരു നോട്ടം നോക്കി. അപ്പോൾ തന്നെ ഡോർബെൽ മുഴങ്ങി. ഓ ദൈവമേ, അവരെത്തി, പെറ്റൂണിയ അമ്മായി പരിഭ്രാന്തിയോടെ പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞ് ഡഡ്ലിയുടെ ഉറ്റ സുഹൃത്ത് പിയേഴ്സ് പോൾക്കിസ് അമ്മയോടൊപ്പം അകത്തേക്ക് കടന്നു വന്നു. എലിയെപ്പോലെ മുഖമുള്ള ഒരു നേർത്ത ആൺകുട്ടിയായിരുന്നു പിയേഴ്സ്. ഡഡ്ലി ആളുകളെ അടിക്കുമ്പോൾ സാധാരണയായി അവരുടെ കൈകൾ പിന്നിൽ പിടിച്ചിരുന്നത് അവനായിരുന്നു. ഡഡ്ലി പെട്ടെന്ന് കരച്ചിൽ നാടകം നിർത്തി. അരമണിക്കൂറിന് ശേഷം ഹാരിക്ക് തന്റെ ഭാഗ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ആദ്യമായി മൃഗശാലയിലേക്ക് പോകാൻ പിയേഴ്സിനും ഡഡ്ലിക്കുമൊപ്പം ഡേഴ്സ്ലികളുടെ കാറിന്റെ പിന്നിൽ അവൻ ഇരിക്കുകയായിരുന്നു. അവന്റെ അമ്മായിക്കും അമ്മാവനും അവനെ വേറെ എവിടെയും വിടാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അവർ യാത്ര തുടങ്ങുന്നതിനു മുമ്പ് അങ്കിൾ വെർണോൺ ഹാരിയെ മാറ്റി നിർത്തി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളണം. അയാൾ തന്റെ വലിയ പേർപ്പിൾ മുഖം ഹാരിയുടെ മുഖത്തിന് അടുത്തായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തെങ്കിലും കുരുത്തക്കേടൊപ്പിച്ചാൽ അതെന്ത് തന്നെ ആയാലും പിന്നെ ഈ ക്രിസ്മസ് കഴിയാതെ നീ കബേർഡിൽ നിന്ന് ഇറങ്ങില്ല. ഞാനൊന്നും ചെയ്യില്ല, ഹാരി പറഞ്ഞു. സത്യം. പക്ഷേ അങ്കിൾ വെർണോൺ അവനെ വിശ്വസിച്ചില്ല. ആരും വിശ്വസിച്ചില്ല. പ്രശ്നം എന്തെന്നാൽ ഹാരിക്ക് ചുറ്റും പലപ്പോഴും വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാറുണ്ടായിരുന്നു. ഡേഴ്സ്ലികളോട് അതൊന്നും അവൻ ചെയ്തതല്ലെന്നും പറയാൻ പറ്റില്ല. ഒരിക്കൽ ഹാരിയെ ബാർബർമാരുടെ അടുത്തു കൊണ്ടുപോയി മടുത്ത പെറ്റൂണിയ അമ്മായി ഒരു കത്രിക എടുത്ത് അവന്റെ മുടി വളരെ ചെറുതാക്കി, അവന്റെ മുൻപിലുള്ള മുടി ഒഴികെ. ആ ഭയാനകമായ പാടുമറയ്ക്കാൻ അവൾ അത് ഒഴിച്ചുവിട്ടു. പിറ്റേന്ന് സ്കൂളിൽ എങ്ങനെ പോകുമെന്നോർത്ത് ഉറക്കമില്ലാതെ ഒരു രാത്രി ചെലവഴിച്ച ഹാരിയെ നോക്കി ഡഡ്ലി ചിരിച്ചു. അവിടെ അവന്റെ ബാഗി വസ്ത്രങ്ങളും സെല്ലോ ടേപ്പ് ഒട്ടിച്ച കണ്ണടയും കണ്ട് ഡഡ്ലിക്ക് ചിരി അടക്കാൻ വയ്യായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹാരി എഴുന്നേറ്റപ്പോൾ പെറ്റൂണിയ അമ്മായി മുടി മുറിക്കുന്നതിന് മുൻപുള്ള അതേ അവസ്ഥയിലേക്ക് മുടി വളർന്നിരിക്കുന്നു. ഇത്ര വേഗത്തിൽ അതെങ്ങനെ വളർന്നുവെന്ന് അറിയില്ല എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടും അവർ അവനെ കബേർഡിൽ ഒരാഴ്ച പൂട്ടിയിട്ടു. മറ്റൊരു തവണ പെറ്റൂണിയ അമ്മായി അവനെ ഡഡ്ലിയുടെ ഓറഞ്ചും തവിട്ടും കലർന്ന നിറമുള്ള ഒരു ഭംഗിയില്ലാത്ത പഴയ ജമ്പർ ഇടാൻ നിർബന്ധിച്ചു. അവന്റെ തലയിലൂടെ അത് വലിച്ചു കടത്താൻ അവൾ ശ്രമിക്കും തോറും അത് കൂടുതൽ ചെറുതാകാൻ തുടങ്ങി. ഒടുവിൽ അതൊരു പാവയുടെ അളവിലേക്ക് ചുരുങ്ങിപ്പോയി. വാഷിംഗ് മെഷീനിലിട്ട് അത് ചുരുങ്ങിപ്പോയെന്ന് പെറ്റൂണിയ അമ്മായി വിശ്വസിച്ചതുകൊണ്ട് അവന് വലിയ ആശ്വാസമായി. അന്ന് ഹാരിയെ ശിക്ഷിച്ചില്ല. പിന്നീടൊരു ദിവസം സ്കൂൾ അടുക്കളയുടെ മേൽക്കൂരയിൽ അവനെ കണ്ടെത്തിയത് വലിയ കുഴപ്പമായി. ഡഡ്ലിയുടെ സംഘം പതിവ് പോലെ അവനെ ഓടിക്കുകയായിരുന്നു. അവൻ ചിമ്മിനിയിൽ ഇരിക്കുന്നത് കണ്ട് മറ്റാരെയും പോലെ ഹാരിയും അത്ഭുതപ്പെട്ടുപോയി. ഹാരി സ്കൂൾ കെട്ടിടങ്ങളിൽ കയറുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡേഴ്സ്ലി ദമ്പതികൾക്ക് ഹാരിയുടെ പ്രധാന അധ്യാപകയിൽ നിന്ന് വളരെ ദേഷ്യത്തോടെയുള്ള ഒരു കത്ത് ലഭിച്ചു. പക്ഷേ അവൻ ചെയ്യാൻ ശ്രമിച്ചത് അങ്കിൾ വെർണോണിനെ കബേർഡിന്റെ പൂട്ടിയിട്ട വാതിലിലൂടെ വിളിച്ചു പറഞ്ഞതുപോലെ സ്കൂളിന്റെ അടുക്കള വാതിലുകൾക്ക് പുറത്തുള്ള വലിയ പാത്രങ്ങൾക്ക് മുകളിൽ നിന്ന് ഒന്ന് ചാടുക എന്നത് മാത്രമായിരുന്നു. കാറ്റ് തന്നെ അവിടെ കൊണ്ടിട്ടതാകുമെന്ന് ഹാരി കരുതി. എന്നാൽ ഇന്ന് ഒരു തെറ്റും ചെയ്യാൻ പോകുന്നില്ല. സ്കൂൾ, തന്റെ കബേർഡ്, മിസസ് ഫിഗിന്റെ കാബേജ് മണക്കുന്ന സ്വീകരണ മുറി,
എന്നിവയല്ലാത്ത എവിടെയെങ്കിലും ഡഡ്ലിയും പിയേഴ്സും ചേർന്ന് ദിവസം ചെലവഴിക്കുന്നത് അത്രമേൽ അമൂല്യമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ 2ാമത്തെ അധ്യായത്തിന്റെ ബാക്കി ഭാഗം കേൾക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാരി പോട്ടറിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയതെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മടിക്കണ്ട. സോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.